ഡോക്ടർ വി കെ ഷമീർ കൂടിയുണ്ട്. ഡോക്ടർ, ഇതിൽ തന്നെ വലിയൊരു ആശങ്കയുള്ളത് ഈ അമീബ എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരാമെന്നാണ്. മൂക്കിലൂടെ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയാണ് അമീബ ശരീരത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് പറയുന്ന ഒഴുക്കുള്ള വെള്ളത്തിലും ഉണ്ടാകാം, കിണറിലുണ്ടാകാം, എന്തിന് ഷവറിലൂടെ ഒക്കെ വരാമെന്ന്. അതിലൊരു വ്യക്തത വരുത്താമോ ഡോക്ടർ? ഇതിൽ എനിക്ക് വളരെ കൃത്യമായ പോയിന്റുകളാണ് ഇവിടെ പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചർച്ച കംപ്ലീറ്റ് വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നതാണ്. ഒരു ചാനലിലെ വാർത്തയോ അല്ലെ പത്രം വായിക്കുമ്പോഴോ ഒരു ചികിത്സിക്കുന്ന ഒരാൾ, ഈ രോഗികളെ നേരിട്ട് കാണുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മളിവിടെ ദുരൂഹതകൾ സൃഷ്ടിച്ചത് കൊണ്ടോ ഇങ്ങനത്തെ ഈ ന്യൂനപക്ഷമായ സംഭവം അല്ലെ ഏറ്റവും വളരെ കുറച്ചായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇവിടെ ദുരൂഹതകൾക്കല്ല സ്ഥാനം. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ എന്നെ പോലെ ഡോക്ടർമാർ ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന രോഗികളിലും ബഹുഭൂരിപക്ഷവും നേരത്തെ പറഞ്ഞ ഈ ഗ്രൂപ്പിൽപ്പെട്ടവർ തന്നെയാണ്. എന്നുവെച്ചാൽ ഇപ്പം ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്ത രോഗികളെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാം. ഒരു കുട്ടി അഡ്മിറ്റ് ചെയ്തത് അത് കുളത്തിൽ കുളിച്ചതാണ്, മറ്റൊരു കുട്ടിയെ ഇപ്പം നേരത്തെ കാണിച്ചത് അതൊരു സ്വിമ്മിംഗ് പൂളിൽ പോയതാണ്. ഇതെല്ലാം ഇതിൽ വളരെ ഒരു ചെറിയ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പുകവലിക്കുന്നവർക്ക് ശ്വാസകോശ ക്യാൻസർ വരും എന്നുള്ളത് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു സത്യമാണ്. പക്ഷേ പുകവലിക്കാത്ത ഒരാൾക്ക് ശ്വാസകോശ ക്യാൻസർ വരുമ്പോഴത്തേക്കും നമ്മൾ പുകവലിച്ചുകൊണ്ട് അല്ല പുകവലിച്ചവനും വലിക്കാത്തവനും ഒരേപോലെയാണല്ലോ എന്നുള്ള രീതിയിലേക്ക് ആ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ചാനലുകളും പത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. കാരണം നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ഉയർത്തി കാണിക്കുകയും എല്ലാ ഷവറിൽ കുളിച്ചാലും വരാം, ശ്വസിച്ചാലും വരാം, മണ്ണിലൂടെ, അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നമ്മളിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊതുജനം കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അപ്പോൾ പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ ഒരു മനുഷ്യൻ്റെ ഒരു ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയും. ഇപ്പം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ നമ്മുടെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ ക്യാമറയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഇതേപോലത്തെ കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വൃത്തിയോ ശുദ്ധിയോ ഒന്നും ഇല്ലാത്ത കുളത്തിൽ ഇപ്പോഴും കുട്ടികൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒരാഴ്ച മുമ്പ് കണ്ടതാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഒരു മാറ്റവും വരാത്ത ഒരു ഗ്രൂപ്പ് അതിൻ്റെ ഇടയിൽ കൂടെ, നമ്മുടെ ഇടയിൽ കൂടെ തന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരെ മാറ്റാൻ വേണ്ടി അവർക്ക് നമ്മൾ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. അപ്പം നമ്മളെ വീട്ടിൽ വരുന്ന പത്രത്തിലും ഈ വാർത്തയുണ്ട്, ഈ ന്യൂസും അവർ കാണുന്നുണ്ട്. എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു മാറ്റം കാണാൻ പറ്റുന്നില്ല. അത് ശരിയല്ല. അപ്പം നമ്മൾ അവരെ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മളിതിനെ വളരെ വേഗമാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും വരാം ഇങ്ങനെയും വരാം. അപ്പോൾ ഒരാളോട് നമ്മൾ പറയുകയാണ് കുളത്തിൽ കുളിച്ചാലും വരാം, ഷവറിൽ കുളിച്ചാലും വരാം, പിന്നെ ഞാൻ എന്തിനു കുളത്തിൽ ചാടാതിരിക്കണം എന്നുള്ള ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോരുക. അത് വളരെ ന്യൂനപക്ഷമാണ് എന്നുള്ളത് നമ്മൾ അവരോട് പറയണം. ഇപ്പം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന രോഗികളിൽ ആകെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പരമാവധി ഏറ്റവും കൂടുതലും ഇതേപോലെ മുങ്ങിക്കുളിയുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് ആ കുളിച്ച സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, അതും ശരിയാണ്. പിന്നെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന, ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന 3 രോഗികളും ഈ പറഞ്ഞ ക്രിപ്രിഫോം പ്ലേറ്റിൽ നേരത്തെ ആക്സിഡൻറ്റ് വന്നിട്ട് ഒരു ഫ്രാക്ചർ സംഭവിച്ച് ബ്രെയിനുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നുവെച്ചാൽ CSF ലീക്ക് എന്ന് പറയും. അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഓൾറെഡി ഉള്ള ആളുകൾക്കാണ് 3 പേര് ഇപ്പം നിലവിൽ പോലും ചികിത്സയിലുണ്ട്. അപ്പം അതൊക്കെ കാണിക്കുന്നത് എന്താ, ഈ കൃത്യമായി ഈ മൂക്കിൽ നിന്ന് ഈ വെള്ളം വഴി നേരെ തലച്ചോറിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ, ഇവിടെ കോഴിക്കോടാണ് 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് അമീബിക് മസ്തിഷ്ക ജ്വരം വന്നിരുന്നു. ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ആ കുട്ടിക്ക് എങ്ങനെ രോഗം വന്നു എന്നാണ് നിഗമനം? ഇതിൽ ഈ ചോദ്യം തന്നെ ഇവിടെ ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ള ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് പരിമിതികൾ ഇതിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ ആംഗിളിൽ നിന്നുകൂടി നമ്മൾ പറയുന്ന വാർത്തകൾ ഇതെല്ലാം എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഒരു രോഗി ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ന ജില്ലക്കാരൻ ഭയങ്കര അപകട നിലയിൽ എന്ന് പറയുന്നു. ഈ ആള് ഫോണിൽ ഇതേ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഈ ആളിൽ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു ചാനലിൽ വന്നിട്ട് ഉത്തരം പറയാനേ കഴിയില്ല. അതൊരു എന്താ പറയുക, അവരോട് ചെയ്യുന്ന ഒരു പേഴ്സണലി നമ്മൾ ചെയ്യുന്ന ആയിരിക്കാം. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ജലാശയങ്ങളിൽ നിന്നും കുളത്തിലുമൊക്കെ മുങ്ങിക്കുളിക്കുമ്പോഴാണ് പ്രധാനമായും ഇത് വരുന്നത് എന്ന്. അപ്പോൾ ആ കുഞ്ഞിന്റെ ഒരു കാര്യം നമുക്ക് സംശയമായി തന്നെ വരില്ല. ആ കുഞ്ഞിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഞാൻ സംസാരിക്കില്ല. കാരണം ഒന്ന്, ഞാൻ ചികിത്സിക്കുന്ന ഗ്രൂപ്പിൽ പെട്ടതല്ല. ഞാനൊരു ജനറൽ മെഡിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അഡൽട്ടിനെ മാത്രമേ ഈ കുട്ടിയെ നേരിട്ട് ഞാൻ കണ്ടിട്ടോ അവരുടെ രക്ഷിതാക്കളോട് സംസാരിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷേ എങ്കിലും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ചില സാഹചര്യങ്ങൾ ചില ആളുകൾക്ക് എങ്ങനെയൊക്കെ ഈ സംഭവിച്ചിട്ടുണ്ടാവാം, അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവാം എന്നുള്ളത് പൂർണ്ണമായും നമുക്ക് ഒരു പൊതു മീഡിയയിൽ വന്നിട്ട് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് നേരിട്ട്, ഇപ്പോൾ ഒരു മരണപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവരോട് വീണ്ടും നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല. അപ്പം അതിലുണ്ടായ കാര്യങ്ങൾ
നമ്മൾ ജനറലൈസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരാളെ അല്ലെ ഒരു കുട്ടി അല്ലെ അതിന് പകരം ഭൂരിപക്ഷം എങ്ങനെ സംഭവിച്ചു, എല്ലാത്തിലും എക്സെപ്ഷൻസ് ഉണ്ടാവും, എല്ലാത്തിലും കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. അവരെ നമ്മൾ വല്ലാതെ പ്രൊജക്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള വഴി എന്താണ്, നമുക്ക് തടയാൻ പറ്റുന്ന വഴി. അപ്പോൾ ഡോക്ടർ സെറിൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ വായുവിലും പൊടിയിലും എല്ലാം ഉള്ള അമീബയെക്കുറിച്ച് സംസാരിച്ചിട്ട് ഏത് വഴി വേണമെങ്കിൽ ഇത് വരാം എന്നൊന്നും പറയുന്നത് ശരിയല്ല. കാരണം ഈ പറഞ്ഞ അക്കാന്തമീബ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തുമുള്ള അമീബയാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ അതൊരു രോഗമുണ്ടാക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ താഴ്ന്നു നിൽക്കുമ്പോഴാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യാൻസർ വന്നു, കീമോതെറാപ്പി എടുത്തു, ഒട്ടും രോഗപ്രതിരോധ ശക്തി ഇല്ലാത്ത ഒരാൾക്ക് ഒരു അക്കാന്തമീബ ഒരു മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അയാളുടെ ആ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ്. അപ്പോൾ അയാൾക്ക് കുളത്തിൽ കുളിച്ചിട്ട് വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ആ പറയുന്ന അത്തരത്തിലുള്ള അപൂർവമായ ഇൻഫെക്ഷനുകൾ ഈ രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന ആളുകളിൽ അല്ലാതെയും പലതുമുണ്ട്. പല ഫംഗസുകളുണ്ട്, പലതരത്തിലുള്ള വൈറസുകൾ. അതൊന്നും ഒരു രോഗപ്രതിരോധ ശക്തി നോർമലായിട്ടുള്ള ഒരാളിൽ കാണുന്നതല്ല. എല്ലാം നോർമലായിട്ട് ഒരു രോഗപ്രതിരോധ ശക്തി സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ആരോഗ്യവാനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ വീട്ടിൽ പോയി ഷവറിൽ കുളിച്ചാൽ അയാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് എന്ന് ഇത്രയും കാലത്ത് അനുഭവം വെച്ച് നമുക്ക് പറയാൻ പറ്റും. ശരി, അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ്.